250 കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം കേരളം പെറ്റ് ഫുഡിനായി ചിലവഴിച്ചത്. ഇതിൽ അതിശയോക്തി വേണ്ട, ആളുകളുടെ ചിന്താഗതി തന്നെ മാറി. പണ്ട് നമ്മുടെ വീടുകളിൽ പെറ്റ്സിനെ വളർത്തിയിരുന്നത് നമ്മുടെ വീട്ടിലെ ഒരു അവശിഷ്ടങ്ങൾ, ഏറ്റവും അവസാനം വരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് നമ്മുടെ മക്കളെപ്പോലെ വളർത്തുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ ആകെ മൊത്തം 4500 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ പെറ്റ് ഫുഡ് വിറ്റുവരവ്. കേരളത്തിൽ നഗരപ്രദേശങ്ങളിലാണ് കൂടുതൽ പെറ്റ് ഫുഡ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. പ്രീമിയം റേഞ്ച് തൊട്ട് മീഡിയം റേഞ്ച് വരെയുള്ള ഫുഡ് അവർ വാങ്ങിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു പെറ്റിന് വേണ്ടിയിട്ട് അവർ മാക്സിമം അവർ യൂസ് ചെയ്യുന്നുണ്ട്. കേരളീയർ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത് നായ്ക്കൾക്കുള്ള ഭക്ഷണമാണ്. ഒരു ഡോഗിൻ്റെ ഫുഡിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡിൽ തന്നെ നല്ല ഫുഡ് ഉണ്ടോയെന്ന് വെച്ചാൽ അപൂർവമായിരിക്കാം, പക്ഷേ അല്ലാത്ത ഫുഡുകൾ ഒരുപാടുണ്ട്. കിലോയ്ക്ക് 380 രൂപയിൽ തുടങ്ങി 2000 രൂപ വരെ വിലയുള്ള പെറ്റ് ഫുഡ് ആളുകൾ വാങ്ങുന്നു എന്നതാണ് കണക്ക്. ഒപ്പം തന്നെ ആഹാരത്തിൽ വന്ന മാറ്റം അരുമകൾക്ക് ജീവിതശൈലി രോഗങ്ങളും സമ്മാനിക്കുന്നുണ്ട്. പെറ്റ് ഫുഡ് മാർക്കറ്റ് കേരളത്തിൽ നിന്നകത്ത് മാത്രമായിട്ട് 250 കോടി മറികടന്നിരിക്കുകയാണ്. സ്വന്തം അരുമകൾക്കായിട്ട് എത്ര കോടി വേണമെങ്കിലും മുടക്കാൻ മലയാളികൾ തയ്യാറുമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി അമിത ഭക്ഷണം ജീവിതശൈലി രോഗങ്ങളിലേക്ക് കൂടെ നായ്ക്കളെ എത്തിക്കുന്നുണ്ട്. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.